എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 തിരുവാതിര നക്ഷത്രത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് തിരുവാതിര നക്ഷത്രത്തിന്റെ കുറച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം. എന്നാൽ 2024 തൊട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏത് രീതിയിലുള്ള ഭാഗ്യമെന്ന് നോക്കാം. നമുക്കറിയാം, ഇന്ന് ജാനുവരി 1 പുതുവത്സരം തുടങ്ങി. അപ്പം ഇനി അങ്ങോട്ടുള്ള 2024 തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. തിരുവാതിര നക്ഷത്രം മഹാദേവന്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രക്കാർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതോ വേറെ ഉപാസനാമൂർത്തികളോ ഉപാസിക്കുന്നുണ്ടെങ്കിൽ മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോയി കൈകൂപ്പി ഓം നമഃശിവായ എന്ന പഞ്ചാശരി ചെല്ലിയാൽ തന്നെ നമ്മളെ ബാധിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു 100% ഒരു 90% മാറിപ്പോകുന്നതാണ്. കാരണം അത്രയും ശക്തിയുള്ള ഒരു ഒരു മന്ത്രവും കൂടെയാണ് പഞ്ചാശരി എന്ന് പറയാം, മഹാദേവന്റെ ഓം നമഃശിവായ. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്ത് ദോഷമുണ്ടെങ്കിലും മഹാദേവന്റെ സന്നിധി പോയി കൈകൂപ്പി പഞ്ചാശരി ജപിച്ച് പൂവളത്ത് മാലയും കുറവുളത്തും ചെയ്യുവാണെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. അപ്പോൾ ഇനി തുടർന്നുള്ള തിരുവാതിര നക്ഷത്രക്കാരൻ്റെ നക്ഷത്രത്തിലുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു പോയി. അപ്പം 2024 തൊട്ട് ജനുവരി തൊട്ട് സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. അതായത് കിട്ടുന്ന സാമ്പത്തികം കയ്യിലൊതുങ്ങി, എന്നാൽ സാമ്പത്തികം ഉണ്ട്, സാമ്പത്തികമില്ല. അതായത് പകുതി കാര്യങ്ങൾ മുന്നോട്ട് വരും. അതായത് നമുക്കൊരു സാമ്പത്തികം കിട്ടി, ഒരു 5000 രൂപ സാലറി കിട്ടിയെങ്കിൽ ഒരു 10000 രൂപ സാലറി കിട്ടി, എന്നാൽ ലാഭമുണ്ട്, ലാഭമില്ല. അതായത് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ മാർച്ച് മാസം വരെ മുന്നോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക സ്ഥിതി നല്ല ഉയരത്തിലെത്തുന്നതായിരിക്കും. അതായത് നമ്മൾ മുമ്പ് കടങ്ങൾ ചോദിച്ച വ്യക്തികളൊക്കെ നമുക്ക് പൈസ കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ വീട് പണിക്ക് എന്തെങ്കിലും മുടങ്ങിക്കിടക്കുക, ഇല്ലെങ്കിൽ പുതിയതായിട്ട് സ്ഥലങ്ങൾ മേടിച്ച് വീട് വെക്കുക, അതൊക്കെ ഏകദേശം ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ആനുകൂല്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഒപ്പം തന്നെ സ്വത്തുകളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് അതിനോട് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നതാണ്. അതായത് നമ്മൾ ഉദാഹരണത്തിന് ഓഹരി പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഓഹരി കിട്ടാൻ താമസമാണെങ്കിൽ അതൊക്കെ കുടുംബത്തുള്ള താമസിക്കുന്ന ഒപ്പിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്ഥലം മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നതാണ്. അപ്പോൾ സ്ഥലമൊക്കെ നമ്മൾ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് നോക്കിയും കണ്ടൊക്കെ എടുക്കുക. കാരണം ചുമ്മാതെ ഒരു സ്ഥലം ചെന്ന് എടുക്കരുത്. ഒരു വാസ്തുവിനെ ഇല്ലെങ്കിൽ ആ സ്ഥലമായി ബന്ധപ്പെട്ട തിരുമേനിയെ കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രം സ്ഥലങ്ങൾ എടുക്കുക. ചില സ്ഥലത്ത് സർപ്പദുരിതമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ അതും കൂടെ നമുക്ക് സമയമോശമാകുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്ഥലവും കൂടെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാ സ്ഥലത്തും ഈ പറയുന്ന സർപ്പദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകത്തില്ല. ഈ സർപ്പദോഷം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ചില സ്ഥലത്ത്, അതായത് പണ്ട് പുരാതനമായിരുന്ന അവിടെ കാവുകൾ ഉണ്ടാകും. അപ്പോൾ അത് വരും പോകുന്ന ചില തലമുറകളൊക്കെ വെട്ടി നശിപ്പിച്ച് വീടുകൾ വെക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി മണ്ണിൽ കിടക്കുന്നുണ്ട്. നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമ്മളിലേക്ക് കൂടുതലായിട്ട് ഉണ്ടാകും. നെഗറ്റീവും പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് അവിടെ വീട് വെക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും വിധത്തിൽ ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനിപ്പുറം സ്ഥലം മേടിക്കുമ്പോൾ തന്നെ നമ്മളെ അടുത്തുള്ള ഒരു പൂജാരി അല്ലെങ്കിൽ വാസ്തു അറിയുന്ന ആൾക്കാരെ കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രം അവിടെ വീട് പണികൾ തുടങ്ങുക. ഒപ്പം തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാനുള്ള ഭാഗ്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിനുള്ള അനുകൂലമായ സാമ്പത്തികങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഒപ്പം തന്നെ വിവാഹം നടക്കാത്ത തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏകദേശം മാർച്ചോടുകൂടി 4ാം ദിക്കിൽ നിന്ന് വിവാഹാലോചനകൾ വരുന്നതാണ്. അതായത് മുമ്പ് കണ്ട് മാറിപ്പോയ ആലോചനകളായിരിക്കും കൂടുതലും നമ്മളെ തേടി വരുന്നത്. ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥത്തിൽ ജോലി നിൽക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ വർദ്ധിക്കും. അതായത് കൂടെ നിന്ന് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരിൽ നിന്ന് സന്തോഷമായ അനുഭവങ്ങൾ, മേലെ ഉദ്യോഗസ്ഥരുടെ നല്ല ബഹുമതി കാര്യങ്ങൾ, നമുക്ക് ഓഫീസിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ചെയ്യുമ്പോൾ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുക. നമ്മുടെ കുട്ടികളിൽ നിന്നും, അതായത് പൊതുജനങ്ങൾക്ക് നമ്മുടെ അടുത്ത് കാണുമ്പോൾ ഒരു ആദരവ്, അതൊക്കെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് 2024 ഫലങ്ങളാണ്. പിന്നെ ദോഷവശം എന്ന് വെച്ചാൽ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങളോ കാര്യങ്ങളോ വരുമ്പോഴത്തേക്ക് ഡോക്ടറെ കാണിക്കുക, സ്വയം ചികിത്സിക്കരുത്. അതേപോലെ തന്നെ മന്ത്രവാദത്തിൻ്റെ ഈ പറയുന്ന പൂജയുടെ പുറകിലൊന്നും പോയ അസുഖങ്ങൾ മാറത്തില്ല. ആശുപത്രി പോകണമെങ്കിൽ മാത്രമേ അസുഖങ്ങൾ മാറത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ഷീണങ്ങളുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോവുക. ഒപ്പം തന്നെ നമുക്ക് ശത്രുദോഷങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് അഹോരമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യാം. അത് എരിക്കിൻ്റെ പൂവുണ്ടോ, കൂവളത്തിൻ്റെ ഈ പറയുന്ന
എരിക്കിന്റെ പൂ കൊണ്ട് നമുക്ക് ഈ പറയുന്ന ശത്രുദോഷ സംഹാരം ചെയ്യാം. കൂവളത്തിന്റെ ഇല കൊണ്ട് മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് നമുക്ക് രോഗദുരിതങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് 108 തവണ ശിവക്ഷേത്രത്തിൽ അർച്ചന ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തെ നെഗറ്റീവായിട്ടുള്ള എനർജി മാറ്റി പോസിറ്റീവ് എനർജി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ധ്യാനം ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ രാഹുകേതുക്കളെ തിരുവാതിര നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അപ്പം ഈ രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തുന്നെങ്കിൽ നമ്മുടെ സ്കിന്ന് പരമായിട്ട് എപ്പോഴും ചൊറിച്ചിൽ, അതായത് നമ്മൾ എത്ര ആത്മാർത്ഥമായി ജോലി ചെയ്താലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, അതായത് ശരീരത്തിൽ ചെറിയ ചെറിയ പാടുകളുണ്ടാകും. ഈ ത്വക്ക് രോഗങ്ങളായിരിക്കും കൂടുതൽ തിരുവാതിര നക്ഷത്രക്കാരെ 2024 അകറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഇത് നമ്മുടെ മുഖത്ത് ചൊറി പോലെ വരിക. അപ്പം നമ്മൾ എത്ര ഈ മരുന്ന് കഴിച്ചിട്ടും ചില കാര്യങ്ങളൊക്കെ പിടിക്കാതെ വരിക. അപ്പം നമ്മൾ വഴിപാട് കൊണ്ട് ചെയ്യുമ്പം ആ ഡോക്ടറുടെ ആ മരുന്നും നമ്മുടെ പ്രാർത്ഥനയും കൊണ്ട് നമ്മുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും സ്കിന്ന് സംബന്ധമായിട്ട് അസുഖങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് വരുവാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ഡോക്ടറെ പോയി കാണിക്കുക. ഒപ്പം തന്നെ ഈ പറയുന്ന രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തുക. ഒപ്പം തന്നെ വീടിൻ്റെ അടുത്തുള്ള പരിസരത്ത് കാവോ ഇല്ലെങ്കിൽ കുടുംബപരമായിട്ട് അച്ഛൻ വഴി അമ്മ വഴി കാവുണ്ടെങ്കിൽ അവിടെ പോയി രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തി സർപ്പപ്രീതി നടത്താനാണ്. ഒപ്പം തന്നെ ശത്രുദോഷങ്ങളും ഈ പറയുന്ന സമയദോഷങ്ങളും ദുരിതങ്ങളും മാറാൻ വേണ്ടി അടുത്തുള്ള നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ, നവഗ്രഹ അർച്ചന ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം നവഗ്രഹ അർച്ചന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തലേദിവസം തിരുവാതിര തലേദിവസം വേണം ഈ പറയുന്ന അർച്ചനയ്ക്ക് എഴുതിക്കാൻ വേണ്ടി. അവിടെ നമ്മൾ നവഗ്രഹത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആണ് നവഗ്രഹ പൂജ അർച്ചന കാര്യങ്ങൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും. ഒപ്പം തന്നെ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് സാമ്പത്തികം വരുമെന്ന്. അത് ഞാൻ ഒത്തിരി നക്ഷത്രത്തിൽ വെക്കുമ്പോൾ നമ്മൾ സാമ്പത്തിക തടസ്സം മാറാൻ വേണ്ടിയാണ് ഈ പറയുന്ന നവഗ്രഹ പൂജ ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മൾ സാമ്പത്തിക ആകർഷണം നമ്മൾ ജോലി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സാമ്പത്തിക ലാഭം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് 5 താമര കൊടുത്ത് 108 തവണ അശ്വാരൂഢ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു തരാൻ അടുത്തുള്ള ശാന്തിയോടോ തിരുമേനിയോടോ പറയുക. അത് കണ്ട് തൊഴുത് അതിൻ്റെ പ്രസാദം മേടിച്ച് നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ വെക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക ലാഭം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പണിക്ക് പോകാതിരുന്ന സാമ്പത്തികം ഒരിക്കലും വരത്തില്ല. അത് എല്ലാ ഭക്തജനങ്ങൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് ലോട്ടറിയൊക്കെ എടുത്ത് വെച്ചാൽ പോലെ. നമ്മൾ എന്താണെങ്കിലും പരിശ്രമിച്ച് നമുക്ക് സമ്പത്ത് വരുമ്പോഴത്തേക്ക് നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പറയുന്ന അർച്ചനകളും സൂക്തങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി യന്ത്രങ്ങൾ TV-യിൽ കാണുന്നുണ്ട്. എനിക്ക് ലക്ഷ്മി കുബേരം വെച്ചാൽ പൈസ വരുന്നു. പക്ഷേ എല്ലാവരും ഒരു ധാരണ അത് വെച്ചാൽ നാനാദിക്കുന്ന പൈസ വരില്ല. നമ്മൾ ഏത് തൊഴിലിലാണോ മുന്നോട്ട് പോകുന്നത് ആ തൊഴിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുവാനും നമുക്ക്, അതായത് എല്ലാ ദിവസവും സാമ്പത്തികം ആ തൊഴിലിൽ നിന്ന് കിട്ടുവാനും നമുക്കൊരു ഊർജ്ജത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ യന്ത്രങ്ങൾ വെക്കുക. അല്ല, യന്ത്രങ്ങൾ വെച്ചാൽ പൈസ വരത്തില്ല ഒരിക്കലും. പിന്നെ യന്ത്രങ്ങൾ വെച്ചാലുള്ള ഗുണം നമുക്ക് ചില അനാവശ്യമായ ചെലവുകളൊക്കെ മാറിപ്പോകും. ആ ഒരു ഗുണം മാത്രം. അപ്പോൾ ഒരു കുടുംബത്തിന് ഒരാൾക്ക് 10,000 രൂപ കിട്ടുവാണെങ്കിൽ എപ്പോഴും ആശുപത്രി കേസാണെന്ന് വിചാരിക്കട്ടെ, ആ പുള്ളിക്ക് തൊടുന്ന കാര്യങ്ങളെല്ലാം നഷ്ടം, അതൊക്കെ മാറിപ്പോയി നഷ്ടം വരാതെ കുറേയൊക്കെ സാമ്പത്തികം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ മാത്രമാണ് ഈ പറയുന്ന യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പറ്റുന്നത്. ബാക്കി നമ്മൾ ഏത് ഈശ്വരനെയാണോ വിശ്വസിക്കുന്നത് ആ ഈശ്വരനെ വിശ്വസിച്ച് തിരുവാതിര നക്ഷത്രക്കാർ മുന്നോട്ട് പോവുക. ഏതെങ്കിലും രീതിയിൽ തിരുവാതിര നക്ഷത്രങ്ങളുടെ പ്രത്യേകമായി ഈശ്വരനെയോ കൃഷ്ണനെയോ ഇല്ലെങ്കിൽ അയ്യപ്പനെയൊക്കെ വിളിക്കുന്നവർ അവരവരുടെ വിശ്വാസം പ്രകാരമുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഒപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ വിളക്ക് വെക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാരുള്ളവർ 2 നേരം വിളക്ക് വെച്ച് മഹാദേവൻ്റെ കീർത്തനങ്ങൾ ചെയ്യുക. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക. എല്ലാവരും നല്ല കർമ്മങ്ങൾ ചെയ്യുക. ചുറ്റുപാടുമുള്ളവരെ നിരീക്ഷിക്കുന്ന വെച്ചാൽ നമുക്ക് ഈ പരിസരത്ത് ചില ശത്രുദോഷങ്ങളും കാര്യങ്ങളും കൂടുതൽ വീടിൻ്റെ പരിസരത്തായിരിക്കും. ഈ നമ്മളെന്തെങ്കിലും കാര്യം പിടിക്കുമ്പോൾ ചില ആൾക്കാർ അവൻ നന്നായി അങ്ങനെ 10 പേര് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. ആ നെഗറ്റീവിനെ പോസിറ്റീവ് എനർജി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പോയി ഈ പറയുന്ന വിളക്ക് വെച്ച് നമ്മൾ നാമം ചൊല്ലുമെന്നൊക്കെ പറയുന്നത്. പണ്ടുള്ള അമ്മമാർക്കൊക്കെ അറിയാം. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് 2024 നല്ലൊരു വർഷമാണ്. ആരെങ്കിലും നല്ല രീതിയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുടുംബപരമായിട്ട് ഒരു ജ്യോത്സ്യനെ കണ്ട് വിധിപ്രകാരമുള്ള പ്രശ്നത്തിന് പരിഹാരം ചെയ്യുക. ഒപ്പം തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യം, സമ്പത്തും, ധനവും എല്ലാവരും ഉണ്ടാകും. നമ്മളെല്ലാവരും ഈശ്വരനെ വിളിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ഈ പറഞ്ഞത് കേട്ട് ആരും വഴിപാടിനൊന്നും പോകരുത്. നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ചിലവർക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുന്നില്ല, അവർക്ക് ഹനുമാനാണ് വിശ്വാസം, ഇനി കാളിയാണ് വിശ്വാസം. അത് നമ്മുടെ വിശ്വാസമുള്ള രീതിയിൽ തന്നെ
നമ്മുടെ ദോഷങ്ങൾ മാറ്റിയെടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യും. അപ്പോൾ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്. നമസ്കാരം.